guys, welcome back to Diet TV by Gayatri. Weight loss series part 4. Weight loss ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് എടുക്കുന്ന അളവ്, which means portion size. അതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളൊരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കണം. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതും എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളതും ഒരു പ്ലാനോട് കൂടി വേണം അത് കീപ്പ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ മേടിക്കുകയാണ്, പക്ഷെ നമ്മൾ അതുപോലെ തന്നെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ക്വാണ്ടിറ്റി ഇല്ല, എത്ര കലോറി നമ്മൾ കഴിച്ചെന്ന് മനസ്സിലാവത്തുമില്ല. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ ഏതൊരു ഫുഡായാലും കഴിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്നു, നമ്മളത് വെറുതെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ അതിങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഇല്ല, എത്ര അളവിൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് അറിയത്തില്ല, നമ്മൾ ആ ദിവസം അത് എത്ര കലോറി കയറി എന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് വരാതിരിക്കാൻ പാക്കറ്റിനെ കൺട്രോൾ ചെയ്യുക. പാക്കറ്റിലെ ഫുഡ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ വേണം എടുത്ത് കഴിക്കാനായിട്ട്. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ലഞ്ചിലാണ് പറയാനുള്ളത്. അതിലും പോർഷൻ സൈസ് ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസിലാണ്. ഒരു ഹാഫ് പ്ലേറ്റ് എങ്കിലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസിനെ കുറച്ചിട്ട് ബാക്കി ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതർ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡും പോർഷൻ കൺട്രോളും ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഹെൽത്തി ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ഒരുപാട് ഇരുന്ന് കഴിക്കുക. ഫോർ എക്സാമ്പിൾ നട്ട്സ്, സീഡ്സ്, ആൽമണ്ട്സ്, ഡേറ്റ്സ്, അങ്ങനെ എന്ത് തന്നെ ആയാലും ആൾക്കാർ ഒരുപാട് ഇരുന്ന് കഴിക്കുന്നതാണ്. പക്ഷെ അവിടെയും ഒരു പോർഷൻ കൺട്രോൾ വേണം. ഒരു നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് ആകുമ്പോഴത്തേക്ക് മാക്സിമം ഒരു 1 ടേബിൾ സ്പൂൺ ആക്കുക, അല്ലെങ്കിൽ അവരുടെ കലോറിയിൽ എത്ര അത് വേണം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം മാത്രം കൺട്രോൾ ചെയ്യുക. സോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സീഡ്സോ നട്ട്സോ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ഫുഡ്സും എടുക്കരുത്, അത് നിങ്ങൾക്ക് കലോറി സർപ്ലസിലോട്ടായിരിക്കും എത്തിക്കുന്നത്. ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. നമുക്കൊരു ഡിസ്ട്രാക്ഷൻസും വരാത്ത തരത്തിൽ വേണം ഫുഡ് കഴിക്കാനായിട്ട്. കാരണം ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഇരുന്ന് ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ക്വാണ്ടിറ്റി നോക്കത്തില്ല, പോർഷൻസും നോക്കത്തില്ല. സോ അതും ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്ലോ ഈറ്റിംഗ് ആണ്. നമ്മൾ ഫുഡ് മാക്സിമം പതുക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സ്പീഡിന് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കും, ലാസ്റ്റ് ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് വയർ ഒരുപാട് ഫില്ലായി പോയി എന്ന്. സോ സ്ലോ ഈറ്റിംഗ് ആണ് ബെറ്റർ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.